നമസ്കാരം. ചില ക്ഷേത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവും. നമ്മൾ ആദ്യമായിട്ടാണ് ആ ക്ഷേത്രം കാണുന്നതെങ്കിൽ അത്തരത്തിൽ ഞാൻ ഞെട്ടിപ്പോയൊരു വലിയ മഹാക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്ക് അടുത്തുള്ള കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു ക്ഷേത്രമൊക്കെ എങ്ങനെ പണിതു എന്ന് ആലോചിക്കുമ്പോഴാണ്, ഒരു ടെക്നോളജിയും ഇല്ലാത്ത അന്നത്തെ കാലത്ത് എന്താ പറയുക, ഒരു അത്ഭുതം തന്നെയാണ് ഈ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും വിശേഷങ്ങളുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചരിത്രത്തിൻ്റെ ഏടുകൾ വിശ്വാസം തിരഞ്ഞെടുക്കുന്നവർക്ക് മുന്നിൽ തുറക്കുന്ന അത്യപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ചരിത്രത്തിൻ്റെ പല ഏടുകളും ഇവിടെ മറിച്ചു നോക്കുവാൻ സാധിക്കുമെങ്കിലും പഴയ കാലത്തിൻ്റെ വിസ്മയിപ്പിക്കുന്ന കഥകൾ കൊണ്ട് കെട്ടിയൂർത്തിയിരിക്കുന്ന ക്ഷേത്രമാണിത്. കേരളത്തിലെ ഏറ്റവും പുരാതന ശിവക്ഷേത്രമെന്ന വിശേഷണവുമായി അച്ഛൻ ഗോകുലാറിൻ്റെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന കണ്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും വിശേഷങ്ങളും അറിയാം. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. വിശ്വാസപരമായി ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ളതിനാൽ ഇവിടം ദക്ഷിണകാശി എന്നാണ് അറിയപ്പെടുന്നത്. കണ്ടിയൂർ എന്ന പേര് വന്നതിന് പിന്നിൽ പല കഥകളുമുണ്ട്. അതിലെല്ലാം തന്നെ പുരാണവും ഹിന്ദു വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ഒരിക്കൽ മാർക്കണ്ഡേയ മഹർഷിയുടെ പിതാവായ മൃഗണ്ടുമുനിക്ക് കിരാതമൂർത്തിയുടെ ഒരു വിഗ്രഹം ലഭിക്കുകയുണ്ടായി. ഒരു തേവാര ബിംബമായിരുന്നു അത് പ്രതിഷ്ഠിക്കുവാൻ മുനിക്ക് വേണ്ടിയിരുന്നത് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇടമായിരുന്നു. അങ്ങനെ നിത്യപൂജ നടത്തുവാൻ അദ്ദേഹം വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയ ഇടമാണ് കണ്ടിയൂർ. കണ്ടതിൽ നല്ലയൂർ എന്ന വാക്കിൽ നിന്നുമാണ് കണ്ടിയൂർ രൂപപ്പെടുന്നത് എന്നാണ് ഒരു വിശ്വാസം. ഒരു മത്സരത്തിൽ ജയിക്കുവാൻ കള്ളം പറഞ്ഞ ബ്രഹ്മാവിന്റെ തല ശിവൻ തന്റെ ചെറുവിരൽ ഉപയോഗിച്ച് എടുത്ത സ്ഥലമായും കണ്ടിയൂരിനെ പറയുന്നു. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് സമീപം വെച്ചാണത്രേ ശിവൻ തലയെടുത്തത്. അങ്ങനെ ഇവിടം ശ്രീ കണ്ടിയൂരും അത് പിന്നീട് കണ്ടിയൂരും ആയി മാറുകയായിരുന്നു. കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ ചരിത്രം തിരിഞ്ഞാൽ എത്തിച്ചേരുക ക്ഷേത്രത്തിന്റെ ബുദ്ധ ചരിത്രത്തിലേക്കാണ്. ആദ്യകാലങ്ങളിൽ ഇതൊരു ബുദ്ധക്ഷേത്രമായിരുന്നു. മാവേലിയുടെ കാലത്ത് അദ്ദേഹത്തിനും കുടുംബ അംഗങ്ങൾക്കും വേണ്ടിയാണ് ബുദ്ധക്ഷേത്രം പണി കഴിപ്പിച്ചത്. പിന്നീട് ബുദ്ധമതത്തിന്റെ സ്വാധീനം കേരളത്തിൽ കുറഞ്ഞു വന്നപ്പോൾ ഒരു ശിവക്ഷേത്രമായി ഇത് പരിണമിക്കുകയായിരുന്നു. എന്നാൽ 15-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഇതൊരു ശിവക്ഷേത്രമായി മാറുന്നത്. ദേവദാസികൾ ഭരണം നടത്തിയിരുന്ന ക്ഷേത്രമെന്നൊരു അപൂർവ വിശേഷം കൂടി കണ്ടിയൂരിനുണ്ട്. ക്ഷേത്രത്തിലെ ദേവദാസിയായ ചെറുകര കുട്ടത്തിയെ അന്നത്തെ കണ്ടിയൂർ മറ്റൻ രാജാവ് വിവാഹം കഴിച്ചതിന് ശേഷമാണ് ദേവദാസികളിലേക്ക് ക്ഷേത്രം എത്തുന്നത്. ചെറുകര, ഉണ്ണിയാടി, മുത്തൂറ്റ്, ഇളയച്ചി, ഉണ്ണിച്ചക്കി, കുരങ്ങട്ടെ, ഉണ്ണൂലികൾ എന്നിവരായിരുന്നു പിന്നീട് ക്ഷേത്ര അവകാശികളെന്ന് പറയപ്പെടുന്നു. 14-ാം നൂറ്റാണ്ടിൽ രചിച്ച ശിവവിലാസം എന്ന സംസ്കൃത കൃതിയിലാണ് ഇതിനെക്കുറിച്ച് പരാമർശമുള്ളത്. ദാമോദക ചാക്യാരായിരുന്നു ശിവവിലാസം രചിച്ചത്. കേരളത്തിന്റെ അറിയപ്പെടാത്ത പല ചരിത്രത്തിലേക്കും വെളിച്ചം വീശുന്ന ധാരാളം ശിലാരേഖകൾ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പല ശിലാശാസനങ്ങളിലും മണിപ്രവാളം ഉൾപ്പെടെയുള്ള കൃതികളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കൊല്ലവർഷം 393 ഇരവിവർമ്മന്റെ ശാസനം, രാമൻ കോതവർമ്മന്റെ ശാസനം തുടങ്ങിയവ അവയിൽ ചിലത് മാത്രമാണ്. നിർമ്മിതിയിലെ പ്രത്യേകതകൾ കൊണ്ടും ചരിത്രം കൊണ്ടും കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നായാണ് ഇതിനെ പരിഗണിക്കുന്നത്. 7.5 ഏക്കർ മതിൽക്കെട്ടിനുള്ളിലായാണ് ഇത് നിലനിൽക്കുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപദേവതാ പ്രതിഷ്ഠകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. ശങ്കരൻ, ശ്രീകണ്ഠൻ, മൃത്യുഞ്ജയൻ, പാർവതീശൻ, വടക്കുന്നാഥൻ എന്നിവയാണവ. ഇവയ്ക്ക് പുറമെ വിഷ്ണു, നാഗദൈവങ്ങൾ, ഗോപാലകൃഷ്ണൻ, ശാസ്താവ്, അന്നപൂർണേശ്വരി, സുബ്രഹ്മണ്യൻ, ഗണപതി, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ഉപപ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. 12 ഉപദേവാലയ ക്ഷേത്രങ്ങൾ മതിൽക്കെട്ടിനുള്ളിലുണ്ട്. ഗജേന്ദ്രമോക്ഷം, കൃഷ്ണാവതാരം തുടങ്ങിയവ ഇവിടെ കുത്തിവെച്ചിട്ടുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇരുനിലകളിലാണ് ഇവിടുത്തെ ശ്രീകോവിലുള്ളത്. താഴത്തെ നില വർത്തുളാകൃതിയിലും മുകളിലത്തെ നില ചതുര ആകൃതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കിരാത മൂർത്തിയായാണ് പരമേശ്വരൻ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാവിലെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് ഉമാമഹേശ്വരനായും വൈകിട്ട് കിരാത മൂർത്തിയുമായി 3 ഭാവത്തിലാണ് ഇവിടെ ദർശനം നൽകുന്നത്. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്ക് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാവേലിക്കരയിൽ നിന്നും ഹരിപ്പാട് പോകുന്ന വഴി 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം.